എടോ ഞാനേ തന്റെ അടുത്തൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീട്ടില് സോളാർ ചെയ്യാൻ പോയേനെ, അതിന്റെ പേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലോണിനുള്ള പേപ്പറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ സോളാർ ചെയ്യാൻ പോണാ? നമ്മുടെ വീട്ടിൽ മാക്സിമം പോയി 2000 രൂപ കറണ്ട് ബില്ല് വരും. പിന്നെന്ന് വെച്ചാൽ ഇപ്പൊ ലോണൊക്കെ എടുത്ത് കൊടുക്കത്തെ പലിശയാവില്ലേ? അല്ല വട്ടുണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട്. അതെ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാവാത്തോണ്ടാണ് വട്ടുണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ ചെയ്തില്ലെങ്കിലാണ് വട്ട്. എന്താന്നറിയോ, ഇപ്പൊ 78,000 രൂപ ഗവൺമെന്റിന്റെ സബ്സിഡി ഉണ്ട്. പിന്നെ 2000 രൂപ ബില്ലുള്ളൂ എന്ന് നീ പറഞ്ഞില്ലേ? നമുക്ക് ഈ 2000 രൂപ ബില്ലില് കുറച്ചു നേരം ലേസി ഇട്ട് കിടക്കണത്, അത് ഫുൾ ടൈം ഇട്ട് കിടക്കാം. പിന്നെ നമ്മൾ എന്താണ്, ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം എന്ത് ചെയ്യുക, നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചിട്ട് കുറച്ച് ഇലക്ട്രിസിറ്റി അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളൊരു ഇലക്ട്രിക് ചാർജിങ് കൂടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് പിന്നെ ഗുണമാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന് ഒരുപാട് പലിശയും കാര്യങ്ങളൊന്നും വരില്ല ഈ ലോൺ കിട്ടുന്നതിന്. ഇത് പ്രധാനമന്ത്രിയുടെ സ്കീമാണ്. ഇതിന് 6% പലിശയുള്ളൂ. ഏകദേശം നമ്മൾ കറണ്ട് ബില്ല് അടച്ചു പോകുന്ന പൈസയൊക്കെ തന്നെ നമുക്ക് ഇതിന് EMI ആയിട്ട് വരുന്നുള്ളൂ. പിന്നെ 5000 രൂപ ബില്ല് വരുത്തണമെന്ന് നിർബന്ധം പിടിക്കേണ്ട. അതിന് ബാലൻസ് ഉള്ള യൂണിറ്റ് ഉണ്ടെങ്കിലേ വർഷത്തിലൊരിക്കലും KSEBന്ന് പൈസ ആയിട്ടും തിരിച്ചു കിട്ടും. ഇനി പറയും, ചെയ്യാൻ പോയ എനിക്കാണാ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ നിനക്കാണോ വട്ട്? എന്തായാലും സംഭവം കൊള്ളാട്ടാ. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി ആരെ വിളിക്കണം? സോളാർ ചെയ്യാനായിട്ടാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടാ.